നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 14-ാം അധ്യായം 15, 16, 23, 24 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 7-ാം തീയതി, ഈ ശനിയാഴ്ച രാത്രിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ നമ്മൾ ഇരിക്കുമ്പോൾ ഈശോ നമ്മോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നാളെ ജൂൺ 8-ാം തീയതിയാണ്. നാളെ പെന്തക്കോസ്താ തിരുനാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്തിൻ്റെ ഒരു സുഗന്ധം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാർ സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു കൂട്ടായ്മയിൽ വചനം പറഞ്ഞ് ധ്യാനിച്ച് ഇരുന്നതുപോലെ പ്രത്യേകമായി പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ, കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ, വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആയിരിക്കുകയും പരിശുദ്ധാത്മാഭിഷേകം, നവമായ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയെ ഓർമ്മിപ്പിച്ചത് സഭയിൽ നിരന്തരം പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകണം എന്നാണ്. സഭയിൽ നിരന്തരം പെന്തക്കോസ്ത, അനുദിനം ഡെയിലി പെന്തക്കോസ്ത ഉണ്ടാകണം എന്നാണ്. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാ അഭിഷേകത്തിനപ്പുറം, സ്ഥൈര്യലേപനത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാ അഭിഷേകത്തിനപ്പുറം ഒരു പരിശുദ്ധാത്മാ സ്നാനം നമ്മളിൽ സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും മറ്റുള്ളവർക്ക് പ്രകടമാകുന്ന രീതിയിൽ നമ്മളിൽ വെളിപ്പെടും. അപ്പോൾ ഒരു പുതിയ പെന്തക്കോസ്ത തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം.
അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ജോയൽ പ്രവാചകൻ 2:28 പറയുന്നത് പോലെ, ഞാൻ എൻ്റെ ആത്മാവിനെ എല്ലാവരുടെയും മേൽ വർഷിക്കും. യുവാക്കൾക്ക് ദർശനങ്ങളും വൃദ്ധർക്ക് സ്വപ്നങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും സ്വപ്നങ്ങളും എല്ലാവർക്കും ദർശനങ്ങളും ഉണ്ടാകുന്ന എനിക്ക് സ്വപ്നങ്ങൾ, ദൈവികമായ സ്വപ്നങ്ങൾ, ദൈവികമായ ദർശനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ആ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഫ്യൂച്ചറിലാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പഠിപ്പിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. നമ്മൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് പല ആളുകളാണ്. നമ്മൾ ചില ആളുകളോട് പറയാറുണ്ട്, എന്നെ പഠിപ്പിക്കാൻ അല്ലേ. നമ്മെ പഠിപ്പിക്കാൻ വരുന്നത് ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മൾ പറയും, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നമ്മൾ ചിലപ്പോൾ പറയുന്നത്, ചിലപ്പോൾ പരിശുദ്ധാത്മാവിനോടായിരിക്കും അത് പറയുന്നത്, എന്നെ പഠിപ്പിക്കാൻ. ഭർത്താവ് ഭാര്യയോട് പറയും, നീ എന്നെ പഠിപ്പിക്കാൻ. ഭാര്യ ഭർത്താവിനോട് പറയും, എന്നെ പഠിപ്പിക്കാൻ. ആർക്കും ഇപ്പോൾ ഒന്നും പഠിക്കാൻ താല്പര്യമില്ല, മനസ്സില്ല. ഹല്ലേലൂയ. മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. മാതാപിതാക്കൾ തീർച്ചയായിട്ടും മക്കളോട് പറയും, നീ അപ്പനെ പഠിപ്പിക്കാൻ വരണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഠിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ പലതും പഠിപ്പിക്കാൻ വരികയും പഠിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ സ്റ്റുഡൻസ് ആയിരിക്കണം. നീ ആരുടെ സ്റ്റുഡൻ്റാണ്? നിന്നെ പഠിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണെന്ന് ഉറപ്പ് വരുത്തുക. ഹല്ലേലൂയ. നീ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഏത് കോളേജിലാണ്? പരിശുദ്ധാത്മാവിൻ്റെ കോളേജിലാണ് നീ അഡ്മിഷൻ എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നീ ജോയിൻ ചെയ്തത് ഏത് ഗ്രൂപ്പിലാണ്? കർത്താവിൻ്റെ ഗ്രൂപ്പിലാണെന്ന് ഉറപ്പ് വരുത്തുക. കണ്ണി കണ്ട ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പഠിപ്പിക്കപ്പെടുന്നവരാകുന്നതിന് വേണ്ടി ഈശോ പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടിയാലും അതിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കും? നമ്മൾ തീരുമാനിക്കും, അല്ലേ? ഹല്ലേലൂയ. കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. നമ്മൾ നോക്കട്ടെ വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് ക്ലാസ് തുടങ്ങാൻ പറ്റുന്നില്ല, പഠിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും ലോകത്തിൻ്റെ പഠനങ്ങൾ തന്നെ, നമ്മുടെ തന്നെ പഠനങ്ങൾ, ലോകത്തിൻ്റെ പഠനങ്ങൾ, ജഡമോഹങ്ങളുടെ പഠനങ്ങൾ, ലോകത്തിൻ്റെ ആസക്തികളുടെ പഠനങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഒരു പുത്തൻ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിലുള്ള ഒരു പുതിയ സ്നാനത്തിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുകയും നമ്മിൽ വസിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തമായി വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, ഈശോയേ,
ഈശോയേ 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 ഈശോയേ. കർത്താവ് നമുക്ക് അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം എല്ലാം കർത്താവ് നമുക്ക് നിരന്തരം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളാണ്. ജീവിത പങ്കാളി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മാതാപിതാക്കൾ, കുടുംബം, സഞ്ചരിക്കുന്ന വാഹനം, കടന്നു പോകുന്ന വഴികൾ, ധരിക്കുന്ന വസ്ത്രം, കുടിക്കുന്ന ജലം, കഴിക്കുന്ന ഭക്ഷണം എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹമാണ്. നമ്മൾ ഇതുവരെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. Command every power to go away from the children of God in the name of Jesus. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് നിനക്ക് തടസ്സമായി നിൽക്കുന്ന ഹൃദയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ശക്തിയോടെ കരമടിച്ച ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിടുതൽ, ശക്തമായൊരു വിടുതൽ കർത്താവ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അസ്വസ്ഥതകളിൽ നിന്ന്, ഹൃദയത്തിന്റെ വേദനകളിൽ നിന്ന്, നൊമ്പരങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായൊരു അഭിഷേകം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ യാചനകൾ കൃതജ്ഞതാസ്തോത്രങ്ങളോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവിൻ. അപ്പോൾ നിന്റെ ചിന്തകളെയും ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിന്നിലേക്ക് ഇറങ്ങി വരും. നീ കർത്താവിന് നന്ദി പറയുമ്പോൾ അത്ഭുതകരമായൊരു സമാധാനം നിന്നിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കാം ഈശോയേ. ഓരോരുത്തരുടെയും ശബ്ദം അടുത്ത് നിൽക്കുന്ന 100 പേർക്ക് കേൾക്കാവുന്ന വിധത്തിൽ വിളിക്കട്ടെ. നന്ദി നിറഞ്ഞ മനസ്സോടെ ആത്മാർത്ഥമായി വിളിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം, നാളെ പെന്തക്കോസ്ത തിരുനാളാണെന്ന് വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, ഈശോയേ,
ഈശോയെ ഈശോയെ നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യാശീർവാദം നമ്മിലേക്ക് ഒരു പുത്തൻ പെന്തക്കോസ്തയുടെ അനുഭവം പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെയും ഭവനമില്ലാത്തവരെയും രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെ, കിടപ്പ് രോഗികളെ, മരണാസന്നരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന വചന ശുശ്രൂഷകളെ സമർപ്പിക്കാം. പ്രേക്ഷിത പ്രവർത്തനങ്ങളെ സമർപ്പിക്കാം. മിഷണറിമാരെ സമർപ്പിക്കാം. എല്ലാവരും ഈശോയെ അറിയാനും അവിടുത്തെ ആരാധിക്കാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ദിവ്യകാരുണ്യാശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന, പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഒരു പുത്തൻ പെന്തക്കോസ്തയിലൂടെ പരിശുദ്ധാത്മ സ്നാനം ഞങ്ങളിൽ പ്രദാനം ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ പെന്തക്കോസ്ത തിരുനാൾ. പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.